ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച് ഈഡൻ TV നടത്തുന്ന ഈ ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 4ാമത്തെ പാഠമാണ്, രാഷ്ട്രങ്ങൾ, അതിൻ്റെ ഭാഗം 1. മനപ്പാഠവാക്യം പ്രകാരം പറയുന്നു: സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാതെ നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ദാനിയേൽ 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒരു രാജ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ. വെളിപ്പാട് പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത് ഈ വീഴ്ച ഭവിച്ച ലോകത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതി എന്താണ് എന്ന് വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ ഈ ലോകം പാപത്തിന് ശേഷം അത് വീഴ്ച ഭവിച്ചു, പാപത്തോടുകൂടി അത് വീഴ്ച ഭവിച്ചു. ആ വീഴ്ച ഭവിച്ച ഒരു ലോകത്തിന് ദൈവം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പദ്ധതി എന്താണ് എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം ഏദൻ തോട്ടം സൃഷ്ടിക്കുമ്പോൾ ആ ഏദൻ തോട്ടത്തിൽ ജീവൻ്റെ വൃക്ഷമുണ്ടായിരുന്നു. എന്നാൽ പാപത്തോടുകൂടി ആ ജീവൻ്റെ വൃക്ഷവും ഏദൻ തോട്ടവും കുറേ കാലങ്ങൾക്ക് ശേഷം തിരികെ എടുക്കപ്പെട്ടു. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് കാണിച്ചിരുന്നത് ആ ജീവൻ്റെ വൃക്ഷം തിരികെ നൽകുന്നു, നമുക്ക് നിത്യജീവനിലേക്കുള്ള കവാടം തുറന്നിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം തിരികെ വായിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. എന്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം തിരികെ വായിക്കുന്നതാണ് അല്ലെങ്കിൽ തിരിച്ചിട്ടിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് നമുക്കറിയാം സൃഷ്ടിപ്പോടു കൂടിയാണ്. ഏദൻ തോട്ടം അടക്കം ദൈവം ഈ ലോകത്ത് ഉണ്ടാക്കുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കളായ ആദാമും പാപം ചെയ്തു. ആ പാപം മുഖാന്തരം എന്ത് ചെയ്തു? അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ഏദൻ തോട്ടം തിരികെ എടുക്കപ്പെടുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ഏതാണ്ട് യോസഫിൻ്റെ മരണത്തോടു കൂടി തന്നെയാണ്. എന്നാൽ ഇടയ്ക്ക് ഇതൊക്കെ ഈ ഏദൻ തോട്ടം നഷ്ടപ്പെടുന്നത് വരെ, ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകം എന്താ പറയുന്നത്? വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് ഈ ഏദൻ തോട്ടം തിരികെ ഭൂമിയിലേക്ക് സ്ഥാപിക്കുന്ന ആ ശുഭകരമായ ഒരു വാർത്തയുമായിട്ടാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം തിരിച്ചിട്ടിരിക്കുന്നത് പോലെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് സൃഷ്ടിപ്പോടു കൂടിയാണ്, അവസാനിക്കുന്നത് ഏദൻ തോട്ടത്തിൻ്റെ നഷ്ടത്തോടു കൂടിയാണ്, നമുക്ക് നഷ്ടപ്പെടുന്നതോടു കൂടിയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ തിന്മകളും അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ നടക്കുന്നതായ അക്രമങ്ങളും എന്തൊക്കെയാണ് അന്ത്യകാലത്ത് നടക്കുന്നത്, കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ, ഏതൊക്കെ പീഡനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്, ദൈവത്തിനെതിരെ ഏതൊക്കെ ശക്തികൾ ഉയർന്നു വരുമെന്ന് പറയുന്നു. അവസാനിക്കുന്നത് ഈ ഏദൻ തോട്ടം തിരികെ നമുക്ക് ലഭ്യമാക്കുന്നു എന്ന ശുഭകരമായ ഒരു വാർത്തയോടുകൂടിയാണ് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം തിരിച്ചിട്ടിരിക്കുന്നത് പോലെ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാനിയേലിലെയും വെളിപ്പാടിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ദൈവത്തിന് സ്വന്തമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപൂർണമായ അധികാരത്തിലുള്ള ഒരു ലോകത്തെ മനുഷ്യൻ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. അതിന് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ രാജ്യത്തിന് മേൽ അല്ലെങ്കിൽ ആ ലോകത്തിന് മേൽ മനുഷ്യൻ അധികാരം സ്ഥാപിക്കുവാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദാനിയേലിലും വെളിപ്പാടിലും നമ്മൾ കാണുന്നത്. ദാനിയേലും വെളിപ്പാട് നമ്മളെപ്പോഴും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ദൈവത്തിന് അധികാരമുള്ള ഒരു ലോകത്തിന് മേൽ, രാജ്യത്തിന് മേൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവരുടെ അധികാരം സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്കറിയാം, ചരിത്രത്തിലുടനീളം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അന്തിമമായ വിജയം എന്ന് പറയുന്നത് ദൈവത്തിനാണ്. ഈ മനുഷ്യൻ്റെ ഈ ശ്രമങ്ങളൊക്കെ തന്നെ സമ്പൂർണ്ണമായി പരാജയപ്പെടും. അന്തിമമായ വിജയം ദൈവത്തിനുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിങ്ങനെ നിരന്തരമായി ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് എവിടം വരെ തുടരും എന്ന് വെച്ചാൽ ദൈവം ഈ ലോകത്തെ പൂർണ്ണമായി, ഈ ലോകത്തിൻ്റെ ശക്തികളെ, സാത്താന്യ ശക്തികളെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ, തോൽപ്പിക്കുന്നത് വരെ മനുഷ്യർ അല്ലെങ്കിൽ സാത്താൻ മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ ശക്തിയെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കും. ദൈവത്തിന് പകരം മറ്റൊരു ശക്തിക്ക് അവിടെ ഇടം കൊടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യും? സാത്താൻ നമ്മളിലൂടെ ശ്രമിക്കും. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ടു റീപ്ലേസ് ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് പകരം മറ്റൊരാൾ എന്ന ഒരു സങ്കല്പത്തിലേക്ക്, എന്ന ഒരു ആഗ്രഹത്തിലേക്ക് മനുഷ്യരിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അത് ഏതേൻ തോട്ടിൽ തുടങ്ങിയതാണ്, ഇന്നും അതുണ്ട്, ഇനി നാളെയും അതുണ്ടാകും. ഈ കർത്താവായ യേശുക്രിസ്തു വരുന്നതുവരെയും ഈ ലോകത്തെ മുഴുവനും ശുദ്ധീകരിക്കുന്നതിനും അല്ലെങ്കിൽ പുതിയ യെരൂശലേം ഈ ലോകത്ത് സ്ഥാപിക്കുന്നതുവരെ ആ ഒരു അക്രമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പറയുന്നു. ഇതൊരു വലിയ പ്രക്രിയയാണ്, ചെറിയ കാലത്തേക്കുള്ളൊരു പ്രക്രിയയൊന്നുമല്ല. അതായത് എന്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൻ്റെ രാജ്യത്തെ പിടിച്ചടക്കുവാനും അധികാരം സ്ഥാപിക്കാൻ വേണ്ടി അതിന്മേൽ അധികാരം സ്ഥാപിക്കുക എന്ന ആഗ്രഹം, ആ ആഗ്രഹത്തിന്മേൽ അവരെന്ത് ചെയ്യുന്നു, അതിനുവേണ്ടിയുള്ള ശ്രമം അല്ലെങ്കിൽ ദൈവത്തിന് പകരം മറ്റൊരു ശക്തിയെ സ്ഥാപിക്കുവാനുള്ള മനുഷ്യൻ്റെ പരിശ്രമം എന്ന് പറയുന്നത് വളരെ നീണ്ട ഒരു കാലഘട്ടത്തേക്കുള്ളതാണ് എന്ന് ഇവിടെ പാഠപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അത് എത്ര വർഷങ്ങൾ, സഹസ്രാബ്ദത്തോളം പഴക്കമുണ്ടതിന്, 1000ഓളം വർഷങ്ങൾ പഴക്കമുണ്ട്. അന്ന് തുടങ്ങിയതാണ്. നേരത്തെ പറഞ്ഞു ഏതേൻ തോട്ടം മുതൽ തുടങ്ങിയതാണ്. ഏതേൻ തോട്ടത്തിന് ശേഷം പിന്നീട് പ്രളയത്തിന് ശേഷം ഇങ്ങനെ പല ഘട്ടങ്ങളിലുമായിട്ടും ആ ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുവാനും ദൈവത്തെ പകരം വെക്കുവാനും ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം മറ്റൊരു ശക്തിയെ പ്രതിഷ്ഠിക്കുവാനുമുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ശ്രമം മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ചരിത്രം, ഒരു 1000 വർഷങ്ങളോളം ചരിത്രം നാം എടുത്തു നോക്കിയാൽ ഈ ശ്രമങ്ങൾ, മനുഷ്യൻ്റെതായ ഈ ശ്രമം, ദൈവത്തിൻ്റെ അധികാരത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിന്മേൽ അധികാരം സ്ഥാപിക്കുവാനുള്ള മനുഷ്യൻ്റെ ഈ ശ്രമം മനുഷ്യരാശിയുടെ മേൽ ദുരന്തങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എപ്പോഴും ദൈവത്തെ പകരം വെക്കുവാൻ വേണ്ടി, ദൈവത്തിന് പകരമായിട്ട് മറ്റൊരു ശക്തിയെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ ദുരന്തങ്ങൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇതെന്നു വരെ തുടരുമെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആ നിത്യമായ രാജ്യം സ്ഥാപിക്കുന്നതുവരെ ഇത് തുടരും. അതുവരെയും ഈ പരാജയങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മനുഷ്യരാശി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. ആ പരാജയങ്ങൾ നമ്മുടെ മേൽ കൊണ്ടുവരുന്ന ദുരന്തങ്ങൾ വലുതായിരിക്കും. ഈ ആശ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം, ദൈവത്തിന് പകരമായി മറ്റു ശക്തികളെയും മറ്റു വ്യക്തികളെയും പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവം തിരഞ്ഞെടുത്തതായ രാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ നിമ്രോദും നിനവയും നമുക്കറിയാം. ദൈവം ഈ ഭൂമിയിൽ ഏതെന്നോട്ട് സൃഷ്ടിക്കുന്നത് മനുഷ്യന് പാർക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ഭവനമാണ് ഏദൻ തോട്ടം. അതിലപ്പുറം ഒരു ഭവനം ഒരു മനുഷ്യനും ഭാവന ചെയ്യാൻ പോലും കഴിയുകയില്ല. മനുഷ്യന് പാർക്കാൻ വേണ്ടി ഏറ്റവും ഉത്തമമായ ഒരു ഭവനമാണ് ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചത്. പക്ഷെ എന്ത് ചെയ്തു? അവിടെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ഏദൻ തോട്ടത്തിൽ നിന്നും, ജീവവൃക്ഷത്തിൽ നിന്നും മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? മാറ്റി നിർത്തി. ദൈവത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. ദൈവത്തിന് ആകെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത് ആ ഏദൻ തോട്ടത്തിൽ നിന്നും ജീവവൃക്ഷത്തിൽ നിന്നും ആദാമിനെയും അവയും പുറത്താക്കി. അവർ എന്ത് ചെയ്തു? പുറത്താക്കപ്പെട്ടു. അവ പുറത്താക്കപ്പെട്ടപ്പോൾ അവർക്ക് ജീവിക്കണമെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. അവരുടെ വിയർപ്പ് കൊണ്ട് അവരെന്ത് ആഹാരം കഴിച്ചു. അവർ പുറത്താക്കിയപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടായി. അവർ എന്നും ആ പുറത്താക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഈ വീണുപോയ ലോകത്തിന് വേണ്ടി, നശിച്ചു പോയ ലോകത്തിന് വേണ്ടി ഒരു വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്തം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ വാഗ്ദത്തം നടപ്പാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ആ ഏദൻ തോട്ടത്തിൻ്റെ വാതിൽക്കൽ ദൈവത്തിന് വേണ്ടി യാഗങ്ങൾ അർപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ അവർ പാപം ചെയ്തു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ പുറത്താക്കപ്പെട്ടപ്പോഴും ദൈവം അവർക്ക് കൊടുത്തൊരു വാഗ്ദത്തമാണ് വീണ്ടെടുപ്പിൻ്റെ ഒരു വാഗ്ദത്തം. ആ വലിയ രക്ഷാപദ്ധതിയെക്കുറിച്ച് ദൈവം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അവർ അതിൽ വിശ്വസിക്കുകയും ആ തിരികെ ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തിൽ അവരെന്ത് ചെയ്തു? ആ ഏദൻ തോട്ടത്തിൻ്റെ വാതിൽക്കൽ യാഗങ്ങൾ അർപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഏദൻ തോട്ടം പാപം ചെയ്ത ഉടനെ തന്നെ ഏദൻ തോട്ടം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടില്ല. എന്നാൽ ആദാമിനും ഹവ്വയ്ക്കും ആ ഏദൻ തോട്ടത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. ഒരു ദൂതൻ അവരെന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ആദാമിനെയും ഹവ്വയെയും വിലക്കിയിരുന്നു. അവർക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലായിരുന്നു.
കെരൂബുകൾ അതിന് കാവൽ നിന്നു. പ്രളയത്തിന് ശേഷം മനുഷ്യൻ്റെ അനീതിയും മനുഷ്യൻ്റെ അക്രമവും വല്ലാതെ വളർന്നപ്പോൾ ആ ഏദെൻ തോട്ടം സൃഷ്ടിച്ച അതേ കൈകൾ തന്നെ ഏദെൻ തോട്ടത്തെ മുകളിലേക്ക് എടുക്കുകയും ചെയ്തു. പക്ഷേ ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരുന്നു. ഈ സിസ്റ്റർ വൈറ്റ് പറയുന്നത് ഈ ഏദെൻ തോട്ടത്തിൽ അന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ ഏദെൻ തോട്ടത്തിൽ നിന്നും ആദമും ഔവയും പുറത്താക്കപ്പെട്ടതിൻ്റെ കാരണത്തെക്കുറിച്ച് ആദമും ഔവയും അവരുടെ പിൻതലമുറക്കാരും അവരെപ്പോഴും ചിന്തിച്ചിരുന്നു. അവരുടെ പാപത്തെക്കുറിച്ച് അവർ ഓർത്തിരുന്നു, അവർ അനുദപിച്ചിരുന്നു. മാത്രവുമല്ല, ഇനി ആവർത്തിക്കയില്ല എന്നുള്ള കൽപ്പന അവർ എടുത്തിരുന്നു. അവർ അത് പ്രതിജ്ഞ ചെയ്തിരുന്നു. കൽപ്പനകൾ അനുസരിക്കുമെന്നുള്ള പ്രതിജ്ഞയും അവർ ചെയ്തിരുന്നു. ആ പാപം ഇനി ആവർത്തിക്കയില്ല എന്ന അവർ എന്ത് ചെയ്യുന്നു? പ്രതിജ്ഞ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ വിശ്വാസം അതായിരുന്നു. ഞങ്ങൾക്ക് ഏദെൻ തോട്ടം തിരികെ ലഭിക്കുമെന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്നാൽ പ്രളയത്തിന് ശേഷം ഈ ഏദെൻ തോട്ടം ദൈവം തിരികെ എടുത്തു. പക്ഷേ എങ്ങനെയാണ്? അതിലും ഒരു വാഗ്ദത്തമുണ്ട്. മുമ്പത്തേക്കാൾ മഹത്വകരമായി മനുഷ്യരാശിക്ക് അത് തിരികെ നൽകുമെന്ന പ്രത്യാശയോടുകൂടി, എന്ന വാഗ്ദത്തത്തോടു കൂടിയാണ് ദൈവം ഏദെൻ തോട്ടം തിരികെ എടുക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ സമയത്ത് എപ്രകാരമാണോ അത് സൃഷ്ടിക്കപ്പെട്ടത്, അതിനേക്കാൾ മഹത്വകരമായ രീതിയിൽ അത് പുതിയ എരിശലേം സ്ഥാപിക്കപ്പെടുമ്പോൾ അത് നമുക്ക് ലഭിക്കുമെന്ന വലിയ ഒരു പ്രത്യാശയോടുകൂടി, ഒരു വാഗ്ദത്തത്തോടു കൂടിയാണ് ആ ഉണ്ടാക്കിയ ഏദെൻ തോട്ടം ഉണ്ടാക്കിയ കരങ്ങൾ തന്നെ അത് തിരികെ എടുത്തത് എന്ന് പറയുന്നു. ഭൂമിയിൽ അക്രമം പെരുകി. മനുഷ്യരെന്ത് ചെയ്തു? അവർക്ക് നഷ്ടപ്പെട്ടതായ ഏദെൻ തോട്ടത്തിൻ്റെ, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടതായ ഏദെൻ തോട്ടത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർ പട്ടണങ്ങളും ഗ്രാമങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ എന്ത് ചെയ്തു? ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. രാജ്യങ്ങൾ അവരുണ്ടാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും അവർക്ക് ഈ ഏദെൻ തോട്ടം എന്ത് ചെയ്യുന്നില്ല? സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അത് ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമായിരുന്നു പറഞ്ഞു. ഇവിടെ പറയുന്നതാണ്, എളുപ്പവഴി സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമായിരുന്നു, തന്നെയല്ല ഒരുപക്ഷെ ഏദനിൽ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാനുള്ള ശ്രമം കൂടിയായിരുന്നു അവർ നടത്തിയത്. അങ്ങനെ ഒരുപാട് പട്ടണങ്ങൾ പ്രളയത്തിന് ശേഷമുണ്ടായി. നമുക്ക് നിമ്രോദിൻ്റെയൊക്കെ കഥ നമുക്കറിയാം, ചരിത്രം നമുക്കറിയാവുന്നതാണ്. ദൈവത്തിന് വിരുദ്ധമായിട്ട് ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്തു? അവർ പട്ടണങ്ങൾ പണിയുവാൻ തുടങ്ങി. അവർ ബാബേൽ ഗോപുരം ഉണ്ടാക്കുവാൻ തുടങ്ങി. ഇനി ഒരു പ്രളയം ഉണ്ടായാൽ ഞങ്ങൾ നശിക്കുവാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി ദൈവത്തിന് പകരമായി അവർ അവരുടെ ശക്തിയെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഒരു സ്വയം ഭരണ അവകാശത്തിന് വേണ്ടി, സ്വയം ഭരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചു. ദൈവിക ശക്തിയെ അവരെന്ത് ചെയ്തു? മാറ്റിവെക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് വിശുദ്ധ വേദം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ബാബേൽ ഗോപുരം അവർ പണിയുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ അവരുടെ ഭാഷ ദൈവം കലക്കിക്കളഞ്ഞു. അവർ ദൈവത്തിൻ്റെ ശക്തിക്ക് അതീതമായി തങ്ങൾക്ക് സ്വയംഭരണ അവകാശം, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയണം എന്ന രീതിയിലേക്ക്, എന്ന ഒരു തലത്തിലേക്ക് എത്തുവാൻ അവർ ആഗ്രഹിച്ച് അവർ പ്രവർത്തിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവർ പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം നമുക്കറിയാം, നിനവയെക്കുറിച്ചും പിന്നെന്താണ് ബാബിലോണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം വായിക്കുന്ന സമയത്ത് നിമ്രോദിനെ കുറിച്ച് പറയും. നിമ്രോദ് ഒരു വലിയ ഒരു പോരാളിയായിട്ടാണ് കാണുന്നത്. നമ്മുടെ മിഥോളജിയിലൊക്കെ ഉള്ളതുപോലെ ഒരു വലിയ പോരാളിയായിട്ടാണ് നാം കാണുന്നത്. പുരാണങ്ങളിൽ മറ്റ് രാജാക്കന്മാരെ കീഴടക്കുന്ന ഒരു വലിയ ഹീറോ ആയിട്ടാണ് കാണുന്നത്. വീരനായിട്ടാണ് നിമ്രോദിനെ പലരും കാണുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ നിമ്രോദ് ഒരു ധീരനായ പോരാളി അല്ലെങ്കിൽ വീരൻ എന്നൊക്കെ തന്നെ കാണിക്കുന്നത്. പക്ഷേ ആ വീരശൂരത്വം നിമ്രോദ് ആർക്കെതിരെയാണ് പ്രയോഗിച്ചതെന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവത്തിനെതിരെയാണ് പ്രയോഗിച്ചത്. അല്ലെങ്കിൽ ആ നിമ്രോദ് പ്രതിദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം വെക്കുവാനുള്ള മറ്റൊരു ശക്തിയാണ് അത് പ്രതിദാനം ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നിമ്രോദ് ഇവിടെ എന്താണ്? നിമ്രോദിനെക്കുറിച്ച് പലപ്പോഴും വളരെ വീരനാണ്, ധീരനാണെന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ ശക്തിക്കെതിരെയാണ് നിമ്രോദ് നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിമ്രോദിന് ഒരിക്കലും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം വെക്കുവാൻ മറ്റൊന്നിനും കഴിയുകയില്ല എന്ന് ദൈവം തെളിയിച്ചു കൊടുത്തു. നിമ്രോദ് ധീരനായിരുന്നു, അക്കാലത്തുള്ളതിൽ ഏറ്റവും വലിയ ധീരൻ നിമ്രോദ്, നല്ല പോരാളിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ശക്തിക്കെതിരെ നിന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ പകരം വെക്കുവാൻ വേണ്ടി വേറൊരു ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം വെക്കുവാനായി നിമ്രോദും കൂട്ടരും ശ്രമിച്ചപ്പോൾ
ദൈവം അവിടെ എന്ത് ചെയ്തു? അവരെ നശിപ്പിച്ച് കളഞ്ഞു. അവരുടെ ആ ശ്രമത്തെ ദൈവം തകർത്ത് കളഞ്ഞു. ഈ ശ്രമം ഇപ്പോൾ നിൽക്കുമെന്ന് ചോദിച്ചാലില്ല, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയെ മാറ്റി പകരം മറ്റൊരു ശക്തിയെ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമം ഇപ്പോഴും നടന്നു. ഇന്ന് തുടങ്ങിയതല്ലാതെ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നതാണത്. അതാണ് പറയുന്നത്, ഉൽപ്പത്തിയും വെളിപ്പാടും തമ്മിൽ നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉൽപ്പത്തിയിലുണ്ട്, അല്ലെങ്കിൽ ദാനിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉൽപ്പത്തിയിലുണ്ട്. പറയുന്നത് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരത്തെ മാറ്റുവാൻ വേണ്ടി പകരം മറ്റൊരു അധികാരത്തെ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധം മനുഷ്യരാശി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ സാത്താൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി യുഗങ്ങളായി അത് അന്നേ തുടങ്ങി, ഇന്നുമുണ്ട്, നാളെയുമുണ്ടത്. എവിടെ തീരും എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഈ രാജ്യം സ്ഥാപിക്കുന്നത് വരെ, ഈ ലോകത്ത് സ്ഥാപിക്കുന്നത് വരെ, അല്ലായെങ്കിൽ വീണ്ടും നമുക്ക് ജീവൻ്റെ വൃക്ഷം നൽകപ്പെടുന്നത് വരെ, ഏതേൻ തോട്ടം ഈ ഭൂമിയിലേക്ക് വരുന്നത് വരെ ഈ യുദ്ധമുണ്ടായിരിക്കും. മനുഷ്യരതിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ ഈ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ശ്രമം നടക്കുമ്പോൾ നാം അതിൽ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് അത് വെളിപ്പാടിലൂടെ ദൈവം മുന്നറിയിപ്പ് തരുന്നു. ഈ യുദ്ധം എവിടെ തീരും? ദൈവത്തിൻ്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയെ നിശേഷം ശുദ്ധീകരിച്ച് പുതിയ യെരൂശലേം സ്ഥാപിക്കുന്നതുവരെ ഈ യുദ്ധമുണ്ടായിരിക്കുമെന്നുള്ളത്. അതിൽ വീണു പോകാതെ, ആ ഒരു ഉദ്യമത്തിൽ നമ്മൾ വീണു പോകാതെ, ദൈവത്തിൻ്റെ ശക്തിയെ മാറ്റി പകരം ശക്തിയെ സ്ഥാപിക്കുന്ന ആ ശ്രമത്തിൽ ദൈവത്തിൻ്റെ മക്കളാരും വീണു പോകരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു മുന്നറിയിപ്പാണ് ഈ പാഠഭാഗത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. തിങ്കളാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ വിളി, ഉൽപ്പത്തിയുടെ 10-ാം അധ്യായത്തിൽ തന്നെ ഒരുപാട് നമ്മൾ നോക്കുമ്പോൾ നിരവധി രാഷ്ട്രങ്ങൾ അവിടെ ഉത്ഭവിച്ചു, ജാതികൾ, ഭാഷകളൊക്കെയും ഉത്ഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഏകദേശം ഈ സമയത്ത് തന്നെയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു രാഷ്ട്രമാക്കും, വലിയൊരു ജാതിയാക്കും എന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. നമുക്ക് അബ്രഹാമിനെ വിളിച്ചിറക്കുന്ന പ്രദേശം ഊർ എന്ന ദേശത്താണ്. അപ്പം ഇത് പഴയ സുമേരിയൻ രാജ്യമെന്ന സിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് ചരിത്രകാരന്മാർ പറയുന്നത് ബാബേൽ ഗോപുരം പണിതതായ ആ ബാബിലോണിയ ആ രാജ്യത്തിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഈ ഊർ എന്ന പ്രദേശവും. അപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത് അങ്ങനെ ഒരു ബാബിലോണിയ സംസ്കാരത്തിൽ നിന്നുമാണ് അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത്. അതിൽ നിന്നും വേറിട്ട് പോകാൻ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്താണ്, അവളെ വിട്ട് ബാബിലോണിനെ വിട്ട് പോരുവിൻ എന്നൊരു വിളി വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നിൽക്കുവാനല്ല, മറിച്ച് അബ്രഹാമിനെ വിളിച്ചിറക്കുന്നത് എന്താണ്, ആ രാജ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ബാബിലോണിയ സംസ്കാരം ഉൾക്കൊള്ളുന്ന രാജ്യങ്ങൾക്ക് വിരുദ്ധമായി ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ദൈവമല്ലാതെ മറ്റൊരു രാജാവ് അവർക്കുണ്ടാകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവമല്ലാതെ മറ്റൊരു രാജാവും ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം സ്ഥാപിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് അത് എല്ലാവർക്കും അനുഗ്രഹപ്രദമായ രാജ്യമായി തീരുവാൻ ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, മനുഷ്യവർഗം അവരുടെ സൃഷ്ടാവിലേക്ക് തിരിയണമെന്നും അതുകൊണ്ട് മനുഷ്യനുണ്ടെന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത് എന്താണ്, ദൈവത്തിൻ്റെ രാജ്യമുണ്ടാക്കുവാനും ആ രാജ്യം എപ്രകാരം മറ്റുള്ളവർക്ക് കൂടെ അനുഗ്രഹപ്രദമായി തീരും എന്നത് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, മനുഷ്യവർഗം, തെറ്റിപ്പോയതായ മനുഷ്യവർഗം അവരുടെ സൃഷ്ടാവിലേക്ക് തിരികെ മടങ്ങി വരണമെന്നും ദൈവം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചത്. അപ്പോൾ അങ്ങനെ വിളിച്ച് വേർതിരിക്കുക മാത്രമല്ല, ഇസ്രായേലിനെ ദൈവം അങ്ങനെ പ്രത്യേക ജാതിയായി എന്ത് ചെയ്തു, ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചു. പ്രളയത്തിന് ഇവിടെ പറഞ്ഞത് ഒരുപക്ഷെ ജലപ്രളയത്തിന് മുൻപ് വരെ കണ്ടിട്ടില്ലാതിരുന്ന വെളിച്ചവും പദവികളും ദൈവം അവരുടെ മേൽ ചൊരിഞ്ഞു. ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഈ സർവ്വ അനുഗ്രഹങ്ങളും ദൈവം എന്ത് ചെയ്തു, അവരുടെ മേൽ ചൊരിഞ്ഞു. ഇസ്രായേലിനെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ, ഇസ്രായേൽ എന്നൊരു ജാതിയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് ഇസ്രായേൽ മറ്റു ജാതികൾക്ക് മാതൃകയായി മാറണം എന്നുള്ളതായിരുന്നു.
ദൈവം ആരാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ ദൈവം അനേകം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരുന്നതായി വിശുദ്ധ വേദവസ്തം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഇറക്കുന്നതും ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയോ ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് ഈ ലോകത്തുള്ള മുഴുവൻ ജനതയ്ക്ക് വേണ്ടി ആയിരുന്നു അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം പറഞ്ഞിരുന്നതാണ്, നിന്നെ വലിയൊരു ജാതിയാക്കും. ഈ ലോകത്തിന് അനുരൂപമാകാൻ ബാബിലോണിയ സംസ്കാരത്തിൽ നിന്നും മാറി ദൈവത്തിൻ്റെതായ രാജ്യത്തിൻ്റെ പ്രതിനിധിയാകുവാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. അതിനു വേണ്ടിയാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. അതിനു വേണ്ടിയാണ് ദൈവം ഇസ്രായേലിന് സർവ്വ അനുഗ്രഹങ്ങളും കൊടുത്തത്. പക്ഷേ ഇസ്രായേൽ അവിടെ പരാജയപ്പെട്ടു പോയതായി നാം കാണുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ ദൈവം ഇസ്രായേലിനെ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത്, ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചത്, അതിന് വിരുദ്ധമായി അവർ ചെയ്തതുകൊണ്ട് അവരൊരു പരാജയമായി മാറി എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ ഇസ്രായേൽ മക്കൾക്കൊരു പ്രത്യേകത വന്നത് ദൈവം അവർക്ക് കൊടുത്തതായ നിയമങ്ങളും നിയമാവലികളും കൊണ്ടല്ല, മറിച്ച് അത് അവരെങ്ങനെ പാലിക്കുന്നു, ആ നിയമങ്ങളും നിയമാവലികളും അവരുടെ ജീവിതത്തിൽ എങ്ങനെ പാലിക്കുന്നു എന്ന് മറ്റുള്ളവർ കണ്ട് അവരെന്ത് പറയണം, ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം എന്ന് മറ്റുള്ളവർ പറയുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിച്ചത്. ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ട്, ദൈവത്തോടുള്ള ഇവരുടെ കൂറ് കണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളോടുള്ള അവരുടെ അനുസരണം കണ്ടിട്ട്, ഇസ്രായേൽ മക്കളുടെ അനുസരണം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം അവർ ജ്ഞാനവും വിവേകവുമുള്ള ജനമെന്ന് മറ്റുള്ളവർ പറയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. അനുസരണം ഇല്ലാത്തത് കൊണ്ട്, ആ നിയമങ്ങൾ അവർ അനുസരിക്കാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കത്തവർ ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? മരണവും ശാപവും അവർക്കുണ്ടായി. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അബ്രഹാമിനെ വിളിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുവാനല്ല, മറിച്ച് ബാബിലോണിയ സംസ്കാരത്തിൽ നിന്നും വേറിട്ട് ദൈവത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു. നമ്മയും ദൈവം വിളിച്ചിരിക്കുന്നത് ബാബിലോണിയ സംസ്കാരത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായി ജീവിക്കുവാനും മറ്റുള്ളവർ നമ്മെ കണ്ടിട്ട് പറയണം ജ്ഞാനവും വിവേകവുമുള്ളവരെന്ന് പറയണം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെയും വിളിച്ചിരിക്കുന്നത് എന്നാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച പാഠം പറയുന്നത് നിങ്ങൾ യാചിച്ചത് നൽകപ്പെട്ടു. എന്താണ് അവർ യാചിച്ചത്? ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാവ് ദൈവമായിരിക്കണമെന്നാണ്. ദൈവം അവരെ ഭരിക്കണം, അവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിലൂടെ മാത്രം നടപ്പിലാക്കണം എന്നാണ്. അതായത് ദൈവത്തിന് പകരം മറ്റൊരാളെ അവരെന്ത് ചെയ്യാൻ പാടില്ല, ആശ്രയിക്കാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ആ ആശയം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ജാതികളുടെ രീതി അവരെന്ത് ചെയ്തു, അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ വേണ്ടി ശ്രമിച്ചു. അവർ ചുറ്റും നോക്കുന്ന സമയത്ത് അവരുടെ അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരെ നയിക്കുവാൻ വേണ്ടി അവരെപ്പോലെ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ രാജാവായിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് മാത്രം രാജാവില്ല. അവർ ശമൂവേൽ പ്രവാചകനോട് ഈ ആവശ്യം ഉന്നയിച്ചു. ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് ഈ ആവശ്യം എന്ത് ചെയ്തു, അറിയിച്ചു. അപ്പോൾ അവർ യാചിച്ചതുപോലെ ദൈവം അവർക്ക് ഒരു രാജാവിനെ കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ആ രാജാവിനെ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച്, അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്, അവർക്കുണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ച്, അവരുടെ തലമുറയ്ക്കുണ്ടാകാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ച് ദൈവം അവരോട് പറയുകയും ചെയ്യുന്നു ഇവിടെ. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കുവാൻ പാടില്ല. ദൈവമാണ് സദാകാലത്തേക്കും അവരുടെ രാജാവ്. ആ ആഗ്രഹം ദൈവത്തിനുണ്ട്. പക്ഷേ ഇവിടെ ജനം എന്താ തിരഞ്ഞെടുത്തത്? ഇസ്രായേൽ മക്കൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രേഷ്ഠ പദവി കൊടുത്തതായ ഒരു സമൂഹം, ഒരു രാഷ്ട്രം എന്താണ് തിരഞ്ഞെടുത്തത്? അവർ ജാതികൾക്കുണ്ടായിരുന്നത് പോലെ ഒരു രാജാവിനെ വേണമെന്ന് അവർ ദൈവത്തോട്, പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അവരുടെ യാചന ദൈവം സ്വീകരിച്ചു, അത് കൊടുത്തു. ദൈവം പറയുന്നത് എന്താണ് പറയുന്നത്? നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിൻ്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. അവൻ നിങ്ങൾ എന്ത് ചെയ്യും? നിർബന്ധിതമായി രാജ്യസേവനത്തിൽ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകും, നിങ്ങളിൽ മേൽ കരം അടിച്ചേൽപ്പിക്കും, നിങ്ങളുടെ വസ്തുവകകൾ കണ്ടുകെട്ടും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിക്കും. കാരണം നിങ്ങളെ ഭരിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങളെ ഭരിക്കാൻ പോകുന്നത് നിങ്ങളെപ്പോലെ ബലഹീനനായ ഒരു മനുഷ്യനായിരിക്കും. ദൈവം എങ്ങനെയാണ് അവർ രാജഭരണം നടത്തിയത്? ദൈവം കരുണയോടുകൂടി, ക്ഷമയോടുകൂടി, സ്നേഹത്തോടുകൂടി ഇസ്രായേൽ മക്കളെ ഭരിച്ചിരുന്നു എങ്കിൽ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു രാജാവിനെ ഞാൻ നൽകുമ്പോൾ ആ രാജാവിൻ്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യും? നിങ്ങളെ ഭരിക്കും. അന്ന് നിങ്ങൾ നിലവിളിക്കും. ഒരു കാര്യം കൂടെ ദൈവം പറയുന്നു, അപ്പോൾ ഞാൻ നിങ്ങളുടെ നിലവിളി കേൾക്കയില്ല. അപ്പോൾ ദൈവം കണ്ടീഷൻ പറയുന്നുണ്ട്, നിങ്ങളൊരു രാജാവിനെ ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് രാജാവിനെ ഞാൻ തരാം. എന്തുകൊണ്ട് നിങ്ങൾ രാജാവിനെ ആവശ്യപ്പെടുന്നു? എനിക്ക് പകരം നിങ്ങൾ മറ്റൊരാളെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എവിടെ തുടങ്ങിയത്? ഏതേൻ തോട്ടത്തിൽ തുടങ്ങി. അപ്പോൾ എനിക്ക് പകരം, ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം, ദൈവത്തിൻ്റെ ഭരണത്തിന് പകരം ഇസ്രായേൽ മക്കൾ ജാതികളെപ്പോലെ മറ്റൊരു ഭരണത്തെ, മറ്റൊരു ശക്തിയെ ആശ്രയിക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. ദൈവത്തോട് നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം യെരുശലേം ദൈവാലയത്തിലെ ആരാധനാക്രമങ്ങൾ കാണിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അവർക്ക് എന്തുണ്ട്? ഒരു രാജാവിനോട് കാര്യങ്ങൾ പറയേണ്ടതായി വരുന്നു. അതുകൊണ്ട് അതിൻ്റെ വരുംവരായകളെ, അതിൻ്റെ വശങ്ങളെ ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്ത് ചെയ്യും? സാധിച്ചു തരും. നിങ്ങളുടെ യാചന, നിങ്ങളുടെ രാജാവിന് വേണ്ടിയുള്ള നിങ്ങളുടെ യാചന തന്നിരിക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കും. അന്ന് നിങ്ങൾ നിലവിളിക്കും, അന്ന് നിങ്ങൾ വിലപിക്കും. അത് ഞാൻ എന്ത് ചെയ്യില്ല? കേൾക്കുകയില്ല എന്ന് ദൈവം അവരോട് പറയുന്നു. നാം ചരിത്രം നോക്കുന്ന സമയത്ത് അവർക്ക് പിന്നീട് അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി ദൈവം ശൗലിനെ അവരുടെ ആവശ്യപ്രകാരം, ദൈവം നൽകിയതല്ല, അവരുടെ ആവശ്യപ്രകാരം തിരഞ്ഞെടുക്കുവാൻ അനുമതി കൊടുത്തു. ദൈവം ശമൂവേൽ പ്രവാചകനോട് ശൗലിനെ രാജാവായി വാഴിക്കാൻ പറഞ്ഞു. നോക്കൂ, ആ രാജാവിൻ്റെ കീഴിൽ ദൈവമെന്ന രാജാവിനെ അവർ മാറ്റി ഒരു മനുഷ്യന് രാജാവായി, ദൈവത്തിന് പകരം ഒരു മനുഷ്യന് രാജാവായി അവർ പ്രതിഷ്ഠിച്ചപ്പോൾ അവർക്കുണ്ടായതായ ദുഃഖവും ആ ചരിത്രം നമ്മൾ വായിക്കുന്ന സമയത്ത് അവർക്ക് ദുഃഖം മാത്രമാണ് എല്ലാ രാജാക്കന്മാരും സംഭവിച്ചത്. ഏറ്റവും നല്ല രാജാവെന്ന് പറയുന്നവർ പോലും പലപ്പോഴും തെറ്റുകൾ ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിന് പകരം മറ്റൊരു ശക്തിയെ പ്രതിഷ്ഠിച്ചപ്പോൾ അവർ ദൈവത്തെ മറക്കുകയും അവർ മറ്റൊരു ശക്തിയിൽ ആശ്രയം വെക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് ദുരന്തങ്ങളുണ്ടായി എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ അനുസരിക്കാത്ത അല്ലെങ്കിൽ ദൈവത്തെ തിരസ്കരിച്ചതായ ജനത്തിന് വേണ്ടി ദൈവം സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും പല രാജാക്കന്മാരും ആ സുരക്ഷാ സംവിധാനങ്ങളെ പാലിക്കുവാൻ തയ്യാറായില്ല. ഏറ്റവും നല്ല രാജാവ് പോലും തെറ്റുകൾ ചെയ്താൽ, ദാവീദ് രാജാവിനോട് ഉദാഹരണം പറയുന്നത്, ദാവീദ് രാജാവ് പോലും എന്ത് ചെയ്തു? തെറ്റുകൾ ചെയ്തു. ദൈവഹിതപ്രകാരമല്ല അവർ പ്രവർത്തിച്ചത്. ദൈവം രാജാവിനെ കൊടുത്തപ്പോഴും എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് അവർക്കുണ്ടായിരുന്നു. പക്ഷേ പല രാജാക്കന്മാരും ദൈവത്തിൻ്റെ കൽപ്പനകളെയോ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയോ ദൈവത്തിൻ്റെ ഉത്തരവുകൾ അല്ലെങ്കിൽ അവരെന്ത് ചെയ്തില്ല, അവർ ശ്രദ്ധിക്കുകയോ ആയതുപ്രകാരം അവർ ജീവിക്കുകയോ ചെയ്തതായി കാണുന്നില്ല. അവരുടെ ഇഷ്ടപ്രകാരം അവർ പ്രവർത്തിച്ചു, അവരുടെ ഇഷ്ടപ്രകാരം അവർ രാജ്യം ഭരിച്ചു. അതുകൊണ്ട് തന്നെ ആ ജനത്തിന് കഷ്ടത അനുഭവിക്കേണ്ടി വന്നു രാജാക്കന്മാരുടെ കീഴിൽ. അപ്പോൾ ദൈവം നേരത്തെ പറഞ്ഞു, നിങ്ങൾ നിലവിളിക്കും, നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും, പക്ഷേ ഞാനത് കേൾക്കുകയില്ല. ഇവിടെ എന്താണ് ഈ പാഠം നമ്മൾ പറയുന്നത് വെച്ചാൽ, നാം ദൈവത്തിന് കീഴിലായിരിക്കുമ്പോൾ, ദൈവമാണ് നമ്മുടെ രാജാവായിരിക്കുമ്പോൾ, ദൈവത്തോട് നമുക്ക് മുഖാമുഖം സംസാരിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് നേരിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് നാം മറ്റൊരു ശക്തിയെ പകരം വെക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം അത് തന്നെയായിരുന്നു. ദൈവം അവരുടെ രാജാവായിരിക്കെ ജാതികളെപ്പോലെ അവരെ ഭരിക്കുവാൻ വേണ്ടി അവരിൽ ഒരാളെ രാജാവായി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ദൈവത്തിൻ്റെ രാജ്യത്വത്തെ തിരസ്കരിക്കുന്ന രീതിയിൽ ഇസ്രായേൽ മക്കൾ പെരുമാറി. അതിൻ്റെ ഭവിഷ്യത്ത്, അതിൻ്റെ അനന്തരഫലം അവരും അവരുടെ തലമുറകളും അനുഭവിക്കേണ്ടതായി വന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് നൽകുന്നൊരു പാഠമെന്ന് പറയുന്നത്, നാം ദൈവിക ശക്തിക്ക് പകരമായി മറ്റൊരു ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ വെക്കുവാൻ പാടില്ല. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതും അതുതന്നെയാണ്, ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നാം എപ്പോഴും ദൈവത്തെ നമ്മുടെ രാജാവായി, നമ്മുടെ ഏക ആശ്രയ കേന്ദ്രമെന്ന് പറയുന്നത് ദൈവമായിരിക്കണം. മറ്റൊരു ശക്തിയും അല്ലെങ്കിൽ ദൈവത്തിന് പകരം വെക്കുവാൻ ഒന്നും ഇല്ല എന്ന തിരിച്ചറിവ് നമ്മെ ഓരോരുത്തരെയും ഈ അന്ത്യകാലത്ത് നയിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഈ പാഠം കൊണ്ട് ആഗ്രഹിക്കുന്നത്.
ജാതികളുടെ ഭരണാധികാരികൾ ബുധനാഴ്ച ഭാഗമാണ്. അതിൻ്റെ ആമുഖത്ത് പറഞ്ഞത് ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടിയിൽ തൻ്റെ പുതിയ നിയമസഭയോടുള്ള ഇടപെടലിനെ കുറിച്ച് വിലയേറിയ ഉൾക്കാഴ്ച ദൈവം നൽകുന്നു. ഇസ്രായേൽ ജനത്തോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, അതേ ഇടപെടൽ പുതിയ സഭയോടും ദൈവം ഇടപെടുന്നു. ഇസ്രായേൽ ജനം വാസ്തവത്തിൽ ഈ ആധുനിക സഭയിൽ ഉണ്ടാകാൻ പോകുന്നതായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആധുനിക സഭയിൽ ഉണ്ടാകാൻ പോകുന്നതായ പരീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇന്നും അപ്രകാരമുള്ള പരീക്ഷയിൽ നമ്മുടെ ആധുനിക സഭ വീണു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഇസ്രായേൽ ജനം എങ്ങനെയാണോ ആ പരീക്ഷകളിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആചാരങ്ങളിൽ പെട്ടുപോയി ദൈവത്തിന് പകരമായി മറ്റുള്ളവരെ പ്രതിഷ്ഠിച്ചോ, ദൈവത്തിൻ്റെ ശക്തിക്ക് പകരമായി മറ്റു ശക്തികളിൽ അവർ ആശ്രയിച്ചോ, അതേ സ്വഭാവം അതേ രീതി ഇന്നത്തെ ആധുനിക സഭയും അവലംബിച്ചു പോകുന്നു. ദൈവത്തിന് പകരമായി മറ്റു ശക്തികളെ എന്ത് ചെയ്യുന്നു, സഭയുടെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു. ഇസ്രായേൽ ജനം ഒരു ഭൗതികമായ മാനുഷിക രാജാവിന് വേണ്ടിയാണ് വാദിച്ചത്. സത്യത്തിൽ എന്താണ് അത് അവരുടെ ആ രാഷ്ട്രത്തിൻ്റെ ധാർമ്മിക അധപ്പതനത്തിലേക്ക് നയിച്ചു. ദൈവത്താൽ നയിക്കപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തെ ദൈവത്തിൻ്റെ രാജ്യത്വം മാറ്റി അവർ മാനുഷികമായ രാജാവിനെ ആവശ്യപ്പെട്ടതോടുകൂടി ആ രാജ്യത്തിൻ്റെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അധപ്പതനത്തിലേക്ക് അത് നയിച്ചു. ആ അധപ്പതനം എവിടെ വരെ നീണ്ടു? അവർ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ബാബിലോണിന് അടിമകളായി വിട്ടു. ബാബിലോൺ രാജാക്കന്മാർക്ക് ഈ ജനം എന്താ അടിമകളായി തീരേണ്ടി വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരത്തിന് പകരം അവർ മറ്റൊരു അധികാരത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ, അതിനുവേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് നൽകി. പക്ഷേ അതിൻ്റെ ദോഷഫലമായി ആ ജനം അവർ തടവുകാരായി പോകേണ്ടതായി വന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇതേ അവസ്ഥ ക്രിസ്തീയ സഭയ്ക്കും സംഭവിച്ചു. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഇസ്രായേൽ ജനം ആ ദൈവത്തിൻ്റെ നിയന്ത്രണം മാറ്റി പകരം മറ്റൊരു മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് കീഴിലായപ്പോൾ അവർ അടിമകളായി പോകേണ്ടി വന്നു. ഇതേ അവസ്ഥ സഭയ്ക്കുമുണ്ടായി. സഭ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പാതയിൽ നിന്നും വേറിട്ട് അവരെന്ത് ചെയ്തു? വേറൊരു ശക്തിക്ക് കീഴിലായിപ്പോയി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്വയം പ്രഖ്യാപിച്ചു. അവന് ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ക്രിസ്തീയ സഭ വല്ലാതെ ആശ്വസിച്ചു. അവരെന്ത് പറഞ്ഞു? ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പോരാട്ടം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനം ഇതോടുകൂടി അവസാനിച്ചു എന്ന് അവർ ചിന്തിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ക്രിസ്തീയ സഭ ചിന്തിച്ചത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനം ഇതോടുകൂടി അവസാനിച്ചു. ചക്രവർത്തിയുടെ അധികാരം അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അധികാരം സഭയുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് അവർ ചിന്തിച്ചു. ദൈവം തലവനായിരുന്ന സഭയ്ക്ക് മറ്റൊരു വ്യക്തിയെ പ്രതിഷ്ഠിച്ചപ്പോൾ അവരുടെ ചിന്ത എന്തായിരുന്നു? ഇതുകൊണ്ട് ഈ ദൈവത്തിന് പകരം, ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം മറ്റൊരു രാജാവിൻ്റെ ശക്തിയെ സഭയ്ക്ക് മുകളിൽ കൊണ്ടുവന്നപ്പോൾ അവർ ചിന്തിച്ചത് ഈ രാജാവിൻ്റെ ശക്തി സഭയ്ക്ക് ഗുണകരമായി കൊണ്ടുവരാം എന്നാണ്. എന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു? സഭയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ടായി. സഭയ്ക്ക് അത് പരിഹരിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? നേരെ റോമൻ സാമ്രാജ്യത്തിന് കീഴിലേക്ക് ഈ സഭയെ കൊണ്ടെത്തിച്ചു. സഭയ്ക്കകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കീഴിലായിരുന്ന ദൈവമായിരുന്നു സഭയുടെ തലവനെങ്കിൽ ഇന്ന് വ്യക്തികൾ സഭയുടെ തലവനായപ്പോൾ ആ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ റോമൻ ചക്രവർത്തിയോട് ഇടപെടുവാൻ അപേക്ഷിച്ചു. അങ്ങനെ അതിൻ്റെ തലപ്പത്താരെ വന്നു? ഒരു ബിഷപ്പ് കൊണ്ടുവന്നു. അങ്ങനെ സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം സഭയുടെ മേൽ അധികാരം സ്ഥാപിച്ചു. ദൈവത്തിന് പകരം മറ്റൊരു ശക്തിയെ അവിടെ എന്ത് ചെയ്തു? അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവികമായ ഒരു സംവിധാനത്തിൻ്റെ മുകളിൽ രാഷ്ട്രം അധികാരം സ്ഥാപിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ പറയുന്നത് പുരാതന ഇസ്രായേലിനെ പോലെ ക്രിസ്തീയ ചരിത്രത്തിലെ പല ഇരുണ്ട അധ്യായങ്ങളും സഭയുടെ ലോകവുമായുള്ള ഒത്തുചേരലിൻ്റെ ഫലമാണ്. നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ
ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നാം ലോകത്തിന് അനുരൂപമായി നമ്മുടെ വിശ്വാസത്തെ കൂട്ടിക്കെട്ടിയത് കൊണ്ടാണ്. ലോകത്തിലെ ആചാരങ്ങളൊപ്പം നമ്മുടെ വിശ്വാസത്തെ കൂട്ടിക്കെട്ടിയത് കൊണ്ടാണ്. ഇവിടെ പറഞ്ഞത് ചില രാജാക്കന്മാർ, ഇസ്രായേൽ പോലും ചില രാജാക്കന്മാർ എന്തുണ്ട്, വിഗ്രഹാരാധികളുണ്ടായിരുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ നരബലിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ദൈവം തിരഞ്ഞെടുത്തതായ ഒരു ജനത്തിൻ്റെ ഭാഗമായി നിന്ന രാജാക്കന്മാർ പോലും, ഇസ്രായേൽ ജനം പോലും, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഇസ്രായേൽ ജനത പോലും അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും കുഞ്ഞുങ്ങളെ അവരെന്ത് ചെയ്തു, ബലി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, സഭ മലിനമാക്കപ്പെട്ടു. സഭയുടെ മേൽ അധികാരം ദൈവത്തിൽ നിന്നും മാറ്റി മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഏൽപ്പിച്ചു. അതോടുകൂടി എന്ത് ചെയ്തു, അധപ്പതനത്തിലേക്ക് പോയി. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്ന് അത് മാറുമെന്ന് ചോദിച്ചാൽ സ്വർഗീയ ഭരണാധികാരി നമ്മുടെ തലവനായി വീണ്ടും വരുന്നതുവരെ. ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നു, ഈ ലോകത്ത് നാം നോക്കുന്ന സമയത്ത് രാഷ്ട്രം സഭയുടെ മേൽ അധികാരം നടത്തുന്നു. വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ആ ചെറിയ കൊമ്പൊക്കെ എന്ത് ചെയ്യുന്നു, അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം നാം ചിന്തിക്കേണ്ടത് അതിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ മേലുള്ള അധികാരം ദൈവത്തിന് മാത്രമായിരിക്കണം. അവിടെ പറയുന്നത് പല വിശ്വസ്തരായ വിശ്വാസികളും സഭാ സംസ്ഥാന സ്ഥാപനത്തിന് ഒരു ഭീഷണിയായി നിരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് രക്തസാക്ഷികളായി മാറി. ആ രാജ്യത്തിനെതിരെ പലരും അന്ന് ആ 4-ാം നൂറ്റാണ്ടിലൊക്കെ എന്ത് ചെയ്തു, ദൈവത്തിന് വേണ്ടി ബാധിച്ചത് കൊണ്ട് അവരെന്ത് ചെയ്തു, രക്തസാക്ഷികളെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ഒരു പക്ഷേ അത് ഇനിയും തുടർന്നേക്കാം. പക്ഷെ നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്, ഇത്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, അത് ഇനിയും ഉണ്ടാകുമെന്നും അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജാതീയമായ ഭരണാധികാരികളല്ല നമുക്ക് ആവശ്യം. നമ്മുടെ ഭരണാധികാരി എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്താൽ ഭരിക്കപ്പെടുവാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. ദൈവവും അത് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. ഇസ്രായേൽ ജനതയ്ക്ക് തെറ്റുപറ്റിയത് എവിടെയെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അധികാരത്തെ മാറ്റിക്കൊണ്ട് അവർക്ക് ജാതീയമായ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതോടുകൂടി ആ രാഷ്ട്രത്തിൻ്റെ അധപ്പതനം ആരംഭിച്ചു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ ദൈവം നമ്മോട് ഈ പാഠഭാഗത്തിലൂടെ ആവശ്യപ്പെടുന്നു. ജാതികൾക്കൊരു വെളിച്ചം. ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഇസ്രായേൽ രാജ്യത്തെ സ്ഥാപിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തുള്ള ജാതികളെയും മറ്റുള്ളവരെയും കുറ്റം വിധിക്കാനും ക്രൂശിക്കുവാനും വേണ്ടിയല്ല, മറിച്ച് അവരെയും ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനും ദൈവത്തെങ്കിലേക്ക് വരുവാനുമാണ് ദൈവം ഇസ്രായേൽ രാജ്യത്തെ സ്ഥാപിച്ചത്. നമുക്കറിയാം, ഒരു നീതി പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ ജീവിക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മുടേതായ കുറ്റങ്ങൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം അവർ നീതി പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജാതീയമായ അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഒരു മാതൃകയായി മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇവരെ കണ്ട് ജാതികൾ എന്ത് ചെയ്യണം, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം എന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് ഇവരെന്ത് ചെയ്തു, ജാതികളെ പോലെ ആയിപ്പോയി. ദൈവം ആഗ്രഹിച്ചത് ജാതികൾ ഇസ്രായേൽ ജനതയെ പോലെ ആകണം, അല്ലെങ്കിൽ ഇവരെ പോലെ ആകണമെന്ന് ദൈവം ആഗ്രഹിച്ച് അവർക്ക് സർവ്വ അനുഗ്രഹങ്ങൾ നൽകിയെങ്കിലും അവർ ആ അനുഗ്രഹങ്ങളൊക്കെ തിരസ്കരിച്ചുകൊണ്ട് അവർ ജാതീയമായ ബാബിലോണ്യ സംസ്കാരത്തിലേക്ക് ഇസ്രായേൽ മക്കൾ പോയി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ബാബിലോണികൾക്ക് അടിമകളായിത്തീർന്നു. എന്നാൽ അവർ മാതൃകാപരമായി ജീവിച്ചിരുന്നു എങ്കിൽ, ദൈവം ആഗ്രഹിച്ചതുപോലെ ജീവിച്ചിരുന്നുവെങ്കിൽ, അവർ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ജാതികളൊക്കെ ഇവരുടെ അടുത്തേക്ക് എന്ത് ചെയ്യുമായിരുന്നു, മടങ്ങി വരുമായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിനോട് ചേരുമായിരുന്നു. ഇസ്രായേൽ ചെയ്യുന്നത് പോലെ അവരും ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല. അവർ ദൈവത്തിൻ്റെ സ്വഭാവം ലോകത്തോട് വെളിപ്പെടുത്തുവാൻ പരാജയപ്പെട്ടു. ദൈവം ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, പറ്റിച്ചേരുന്നതിന് പകരം ഈ മറ്റു രാജ്യങ്ങളിൽ അവരുടെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി വന്നു. അപ്പോൾ പിന്നീട് ഈ ലോകത്ത് ദൈവത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായി കൊണ്ടുവന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവം ആരാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മാതൃക എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ഇസ്രായേൽ രാജ്യം പരാജയപ്പെട്ടു, ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു, എന്നാൽ കർത്താവായ യേശുക്രിസ്തു അതിൽ വിജയിച്ചു. ഇസ്രായേൽ രാജ്യത്തെ ദൈവം വിളിച്ചു വേർതിരിച്ചതുപോലെയാണ് ദൈവം സഭകൾ സ്ഥാപിച്ചതും. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതും
അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ദൈവം തന്നെ ജനത്തെ പാപികളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിന് നമ്മുടെ ദൗത്യം അതാണ്. ത്രിവിധ ദൂതുകൾ പഠിപ്പിക്കുന്നതായി നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് വരണം. ഇസ്രായേൽ മക്കൾ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തോട് എങ്ങനെയാണോ ഇസ്രായേൽ മക്കൾ ഇടപെടുന്നത് അത് കണ്ട് മറ്റുള്ളവർ ഈ ജനം ശ്രേഷ്ഠതയേറിയ ജനമെന്ന് അല്ലെങ്കിൽ ജ്ഞാനമുള്ള ജനമെന്ന് പറയുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. അതുപോലെയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ സുവിശേഷ ദൗത്യവുമായി നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് ദൈവം ആരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. അവരത് എന്ത് ചെയ്തു? ദൈവത്തിങ്കിലേക്ക് വരണം. 3 ദൂതന്മാരെ ദൂതിൽ കൂടെയുള്ള ആഹ്വാനം തൻ്റെ സഭയിൽ കൂടി പ്രസംഗിക്കപ്പെട്ട് അത് പുറത്തു പോകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് മാത്രമല്ല, പിന്നെയോ സകല ജാതിക്കും. അതാണ് 3 ത്രിവിധ ദൂതുകൾ. സകല ജാതിക്കും, ഭാഷയ്ക്കും, ഗോത്രത്തിനും, വംശത്തിനുമുള്ളതാണ്, കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല. അത് എല്ലാവരും അറിയിക്കുക. അങ്ങനെ അറിയിക്കുമ്പോൾ അവരെന്ത്? ഇത് കേൾക്കാത്തവർ, ജാതികൾ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ ബാബിലോണിയ സംസ്കാരത്തിൽ ജീവിക്കുന്നവർ എന്ത് ചെയ്യും? ദൈവത്തെ അറിഞ്ഞു വരും. ഇസ്രായേൽ രാജ്യത്തെ ദൈവം എപ്രകാരമാണോ ദൈവം ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം എപ്രകാരം പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അതുപോലെ ആണ് നാം പ്രവർത്തിക്കേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം മറ്റൊരു ശക്തിയെ പ്രതിഷ്ഠിക്കുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം ത്രിവിധ ദൂതുകൾ മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പോൾ അത് ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, സകല ഭാഷയ്ക്കും, ഗോത്രത്തിനും, വംശത്തിനും, ജാതിക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം വെക്കാതെ. ഏതേൻ തോട്ടത്തിൽ ആരംഭിച്ചു. ഹൗവ ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം സാത്താന്യ ശക്തിക്ക് കീഴടങ്ങി. ബാബേൽ ഗോപുരം പണിയുവാൻ അവരെന്ത് ചെയ്തു? സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു. ഇങ്ങനെ കാലങ്ങളോളം ഇതിങ്ങനെ നീണ്ടു നിൽക്കും. ഓരോ വ്യക്തികളും അവരുടേതായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ മാറ്റി പകരം സ്വന്തം ശക്തിയെയോ അല്ലെങ്കിൽ സാത്താന്യ ശക്തിയോ അവരെന്ത് ചെയ്യും? കീഴ്പ്പെടുവാൻ ആഗ്രഹിക്കും. ഇന്ന് സഭയുടെ മേൽ രാഷ്ട്രം അധികാരം കൈയാളുന്നു. സഭ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം ഒരു ചക്രവർത്തിയെ നിയമിച്ചു. നമ്മൾ പറയുന്നത് ഇസ്രായേൽ മക്കളെ വിളിച്ചു വേർതിരിച്ചതുപോലെ, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അവരെ വിളിച്ച് വേർതിരിച്ചതുപോലെ ദൈവം നമ്മെയും വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് ഈ ത്രിവിധ ദൂതുകൾ ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ. അതുകൊണ്ടാണ് ദാനിയേലും വെളിപ്പാടുമൊക്കെ വളരെ വ്യക്തമായി ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ദാനിയേലും വെളിപ്പാടും ഇനി സംഭവിക്കാനുള്ള വെളിപ്പാടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തോട് അത് വിളിച്ചു പറയുവാനും നമുക്ക് ബാധ്യതയുണ്ട്. ഈ ലോകത്തിലെ സകല ജാതിയോടും, സകല ഭാഷയോടും, ഗോത്രത്തോടും, വംശത്തോടും ദൈവത്തിൻ്റെ സുവിശേഷം പറയുവാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നതും തിരഞ്ഞെടുത്തിരിക്കുന്നതും. ആ തിരഞ്ഞെടുപ്പിനനുസൃതമായി ജീവിക്കുവാൻ നാം മറന്നു പോകരുത്. മറന്നുപോയ ഇസ്രായേൽ മക്കളെ പോലെയാകരുത്. അങ്ങനെ മറന്നുപോയ ഇസ്രായേൽ മക്കളുടെ അടിമ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാമും മഹാകഷ്ടതയിലാകാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മറ്റൊരു ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം മറ്റൊരു ശക്തിയെയും വെക്കാതെ ആ ശക്തിക്ക് കീഴടങ്ങിക്കൊണ്ട് ജീവിക്കുവാനാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും എന്നെ ശ്രമിച്ചതിന് ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദിയും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടെ സ്നേഹിക്കുകയും പരിപാലിക്കുന്ന സ്വർഗീയ പിതാവ് ദൈവമേ, ഈ പാഠഭാഗം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുവാനുള്ള സ്വർഗീയ ജ്ഞാനവും ബുദ്ധിയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ അഹങ്കരിച്ചു പോകാൻ ഇടവരുതേ, നെഗളിച്ചു പോകാൻ ഇടവരുതേ. ഏറ്റവും എളിമയോടുകൂടി ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ശക്തിക്ക് പകരം മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതവും അപ്രകാരമായിരിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനകളും അപ്രകാരമായിരിക്കാൻ സഹായിക്കണം അപേക്ഷിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതായ ഈഡൻ ടിവിയും അതിൻ്റെ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി പ്രിയ മക്കൾക്ക് ഇത് നടത്തിക്കൊണ്ടു പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അവരെ സഹായിക്കുന്നവരെ സാമ്പത്തികമായും മറ്റു രീതികളൊക്കെ സഹായിക്കുന്നവരടുത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ കർത്താവെ 30, 60, 100 മേനിയായി അത് ലഭിക്കുവാൻ സഹായിക്കണമേ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ കേൾക്കുന്നവരെയും കാണുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
പ്രിയ മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും തിരുസനം സമർപ്പിക്കുന്ന കർത്താവേ, ഇതിൻ്റെ ഭാഗമാകാൻ വലിയ പദവി ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, താഴ്മയോടുകൂടി അങ്ങയുടെ സന്നിധാനിപ്പാൻ സഹായിക്കണം. സർവ്വവിധമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അവിടെ നിന്ന് കൈക്കൊള്ളണം. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.